ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടിയും, പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുറമേയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഉൾപ്പാകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഞാനിപ്പോൾ ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് വേണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് മധുരമാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒത്തിരി മധുരം ഉണ്ടാവില്ല കേട്ടോ, ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുക. നല്ല സ്വീറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരു 6-7 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കാം. ഒരു മീഡിയം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് ധാരാളമാണ് കേട്ടോ. ഇനി നമ്മളിത് ഒത്തിരി സമയം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മിക്സി ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി 2 തവണയായിട്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ പതഞ്ഞു വരുന്ന ഒരു പാകമായി കിട്ടും. അത്ര മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അടുത്തതായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് ഗോതമ്പ് പൊടി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. കപ്പ് മെഷർമെൻറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിന് പകരം സാധാരണ കപ്പ് എടുത്തിട്ട് അളന്നാലും മതി. അതിനകത്ത് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ തന്നെ ഞാൻ ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് എള്ള് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കരിഞ്ജീരകം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 1 ടീസ്പൂണിനടുത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗോതമ്പ് പൊടിയും തേങ്ങയും എള്ളും കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കണം. കുഴച്ചെടുക്കണം എന്നല്ല, ഒന്ന് തിരുമ്മിയെടുക്കണം. ആ തേങ്ങ ഒന്ന് ഗോതമ്പ് പൊടിയായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു നനവ് വരുമല്ലോ, ആ ഒരു നനവ് വരുന്ന പാകത്തിന് ഒന്ന് തിരുമ്മിയെടുത്താൽ മതി. ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട, വളരെ കുറഞ്ഞ സെക്കൻഡ്സ് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം തേങ്ങയുടെ അളവ് കറക്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 1/4 കപ്പ് എങ്കിലും ഉപയോഗിക്കണം. അപ്പോഴാണ് ഇതിന് ശരിക്കും ഒരു നല്ല രുചി ഉണ്ടാകുക. അത് ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മുട്ടയുടെ മിക്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യമേ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് മുട്ടയുടെ മിക്സിൽ തന്നെ ഇതൊന്ന് കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ വെള്ളം ഉപയോഗിച്ചാൽ മതി, ചൂടുള്ള വെള്ളം ഒഴിക്കണം എന്നൊന്നുമില്ല. സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾ പാകം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരില്ലേ, നല്ല സോഫ്റ്റായ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും നല്ല സിമ്പിളാണ്. നമ്മൾ ആദ്യം മുട്ടയുടെ മിക്സ് പെട്ടെന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ആ വളരെ കുറഞ്ഞ സെക്കൻഡ് തേങ്ങയും ഗോതമ്പൊടി തിരുമ്മിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടുതൽ ചെയ്യേണ്ട. അപ്പോൾ ഇതിങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നൊരു പാകത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാനൊന്നും കറക്റ്റായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൈ ജസ്റ്റ് ഒന്നുകിൽ വെള്ളത്തിൽ നനച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ എണ്ണ തടവിയിട്ട് വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ ഓരോരുത്തർക്കും എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് റോൾ ചെയ്യില്ലേ, ആ ഒരു പാകത്തിൽ തന്നെയാണ് കേട്ടോ റോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് നമുക്ക് ഈ ഒരു 6 പീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇതിനെ ഇനി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക. കാരണം നമ്മൾ ഗോതമ്പ് പൊടിയേണ്ടത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് മുട്ടയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗം ഭയങ്കര ബ്രൗൺ കളറിൽ പെട്ടെന്ന് അതുപോലെ റെഡിയാകും. ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിലായിരിക്കും കിട്ടുക. ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഉണ്ടംപൊരിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വരുന്ന ആ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു കളർ ഷെയ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി മധുരത്തിൽ ചെയ്യുന്നതിനേക്കാളും ഒരു മീഡിയം ആ ഒരു മധുരത്തിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.